ശക്തിയോടെ ബലത്തോടെ ആമേ നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ ആമേ ഇന്ന് പകൽക്കാലം വെളിപ്പെടണമെന്ന് ആമേ നാം ആഗ്രഹിക്കുന്നു. കാരണം ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ സംസാരിക്കണം. ആമേ നാം പഠിക്കുമ്പോൾ ആമേ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നാം പഠിക്കുന്നത് ആമേ പരിശുദ്ധാത്മാവിനാൽ നാം പഠിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങുക, അത് ജീവൻ വയ്പ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ ഇന്ന് നമ്മൾ വ്യത്യസ്തമായി ആമേ പഠിക്കുമ്പോൾ ഇത് ആരെ എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ ഏറ്റെടുക്കും എന്നെനിക്കറിയത്തില്ല. ആമേ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് പറഞ്ഞു നിർത്തിയത് ആമേ എനിക്ക് പൂർണ്ണമായിട്ട് ആമേ അതിലേക്ക് എനിക്ക് കടക്കാൻ കഴിയില്ല, അതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇന്ന് 6-ാം മുദ്രയിലേക്ക് ആമേ നമ്മൾ അതിനകത്ത് കിടക്കാം. ഞാനൊരു ഭാഗം വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിപ്പട പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വിഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പി, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കു നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ശക്തിയോടെ. അപ്പോ നാം പഠിച്ച് 5-ാം മുദ്ര വരെ നമ്മൾ എവിടെയുള്ളവരാകുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ, എവിടെ നിൽക്കുന്നവരാകുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ നാം 5-ാമത്തെ മുദ്രയ്ക്കകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഈ 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 മുദ്ര, അതിന് 1 മുതൽ 5 വരെ. പക്ഷെ അതിനകത്തുനിന്നൊക്കെയും നമുക്കറിയാം പലതരത്തിൽപ്പെട്ട മുദ്രകൾ, പലതരത്തിൽ ദൈവ മനുഷ്യരെ ഉപദ്രവിക്കുന്ന രീതിയിൽ, അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ, മുറിവേൽപ്പിക്കുന്ന രീതിയിൽ, മരണകരമായത് ആത്മഹത്യ വരെ അതിനകത്ത് കിടക്കുമ്പോൾ നാം ഇതിനകത്താണ് കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതൊന്നുണ്ട്, നാം വളരെ കഷ്ടത്തിലാണ്, നാം വളരെ ഉപദ്രവത്തിനകത്താണ്. വിശ്വാസങ്ങൾ ത്യജിക്കുന്ന രീതിയിൽ, ത്യജിപ്പിക്കുന്ന രീതിയിൽ ശത്രു ജനത്തിന്റെ ഹൃദയത്തെ ഉത്ഭവിപ്പിക്കുന്നതിനകത്താണ്. ഹല്ലേലൂയ. എത്ര വലിയ വിശ്വാസം എന്ന് പറഞ്ഞാലും അതിനെ തകർക്കുന്ന രീതിക്കകത്താണ്. അപ്പോ എത്ര വിശ്വാസികൾ നിലനിൽക്കും? നമ്മുടെ ചോദ്യം എന്താണ്? ഇതിൽ എത്ര പേർ പിടിച്ചു നിൽക്കും എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ 7-ഉം 8-ഉം വളരെയധികം ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ മറന്നുപോയി നമ്മൾ ഈ 5-നകത്തുള്ളവരാണ്. നമ്മൾ 5-നകത്ത് നിൽക്കുമ്പോഴും ഈ 7-ഉം 8-ഉം എന്ന് പറയുന്ന മുദ്ര ഹല്ലേലൂയ മഹാ ഉപദ്രവത്തിന്റെ കാലഘട്ടമാണ്. ഹല്ലേലൂയ. മഹോപദ്രവത്തിന്റെ കാലഘട്ടമാണ് ഈ 7-ഉം 8-ഉം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ മറന്നു പോകുന്നത് 5 അവിടെ നിൽക്കുകയാണ്. നമ്മൾ എവിടെ നിൽക്കുകയാണ്? നമ്മൾ കഷ്ടതയില്, വേദനയില്, കണ്ണുനീരില് യുദ്ധം ചെയ്ത് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തിന്റെ മധ്യത്തിൽ നാം നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ വീണ് പോയവർ കാണാം, ഇതിൽ ഞെരുങ്ങിപ്പോയവർ കാണാം, ഇതിൽ എന്തെങ്കിലും മരണപ്പെട്ടു പോയവർ കാണാം, ഇതിൽ പിടിച്ചു നിൽക്കാത്തവർ കാണാം, ഒക്കെ കാണാം. ഹല്ലേലൂയ, ശക്തി. അപ്പോ ഇന്ന് ഞാൻ ഒന്നുകൂടി ഒരു വെളിപ്പാടിലേക്ക്, അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും എന്നെ മറച്ചിരുന്നതിലേക്ക് ഞാൻ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ 7-ഉം 8-ഉം എന്ന് പറഞ്ഞ് ഞാൻ വളരെയധികം ബന്ധമുണ്ട്. ഒരു മഹോപദ്രവ കാലഘട്ടമാണ് 7-ഉം 8.
അപ്പോൾ 5 നമ്മൾ നിൽക്കുമ്പോൾ ഈ 7-നും 8-നും ഈ 5-നോട് പ്രാധാന്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഈ 7-ഉം 8-ഉം എന്ന് പറയുന്നത് മഹോപദ്രവമായിരിക്കുമ്പോൾ നാം മറന്നു പോകരുത്, 1 മുതൽ 5-നകത്ത് വരെയുള്ള ഏതോ മുദ്രയ്ക്കകത്ത് വെച്ച് ആമേൻ, ഹല്ലേലൂയ, ഈ 7-ന്റെയും 8-ന്റെയും എന്തൊക്കെയോ ശക്തികൾ ആമേൻ പുറപ്പെട്ടു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെ വിശ്വസിക്കും, എങ്ങനെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് അങ്ങനെ പറയാൻ കഴിയും. നാം 5-നകത്തായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കഷ്ടം നമുക്ക് സഹിക്കാൻ വയ്യ. പക്ഷേ ഒരു മഹോപദ്രവത്തിന്റെ ശക്തികൾ എന്താ? നാം 5-നകത്തായിരിക്കുമ്പോൾ തന്നെ നമ്മോട് ഉപദ്രവിക്കുന്നുണ്ട്, നമ്മോട് വാദിക്കുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്, നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്, രോഗിയാക്കാൻ നോക്കുന്നുണ്ട്. ഇത്രയും ഉപദ്രവത്തിൽ നീ വീഴുന്നില്ല എങ്കിൽ, ഇത്രയും ഉപദ്രവത്തിൽ നീ നശിച്ചില്ല എങ്കിൽ, 7-ാമത്തെയും 8-ാമത്തെയും ഒരു ഉപദ്രവ ശക്തിയുണ്ട്. ആ ശക്തിയുടെ വ്യാപാരങ്ങൾ നാം 5-ലായിരിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെയോ നമ്മെ നശിപ്പിക്കുക എഴുന്നേറ്റിട്ടുണ്ട്. നാം ഒന്നും പോകരുത്. ശക്തിയോടെ ഇതെങ്ങനെ വിശ്വസിക്കും എന്നുള്ളതല്ല, നമ്മുടെ മുമ്പിൽ കാണുന്ന അടയാളങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ മഹോ ഉപദ്രവത്തിന്റെ ലക്ഷണങ്ങളാണ് മുദ്രയേറ്റവർ. 666 മുദ്രയിൽ വന്നിട്ടില്ല, അതൊരു വ്യക്തിയാണ്. 666 എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ ആ മുദ്ര ആ സിം അല്ലെങ്കിൽ സിമ്മ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം കടന്നു വരും. അതിനകത്ത് ആ ചിപ്പ് പോലെ, ആ ചിപ്പിനകത്ത് ഒരു തല വരും. അതൊരു മൃഗത്തിന്റെ തല എന്ന് പറയുന്നു. അപ്പോ ഇതിന്റെ സംഭവങ്ങൾ നാം 5-നകത്ത് നിങ്ങൾ മറന്നു പറഞ്ഞ നാം 5-നകത്താണ്. അപ്പൊ നാം 5-ന്റെ കഷ്ടത്തിനകത്ത് നിൽക്കുമ്പോഴും ഒരു മഹാ ഉപദ്രവത്തിന്റെ ശക്തി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒറ്റ അധികാരത്തിന് വേണ്ടി ഇന്ന് വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റ മനുഷ്യൻ ഭരിക്കുന്നതിന് വേണ്ടി. പണ്ട് രാജഭരണമായിരുന്നു അല്ലേ? രാജഭരണത്തിന് ഒരു അധികാരി എഴുന്നേൽക്കും, ആ അധികാരത്തിന് അപ്പുറമായി ഒന്നുമില്ല. അതുപോലെ ഒറ്റ അധികാരത്തിന് വരാൻ ഇന്ന് ജനത്തിന്റെ ഇടയിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കലഹങ്ങളും വാളുകളും രക്തങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ തന്ത്രങ്ങൾ മനുഷ്യരുടെ കലർന്നുകൊണ്ട് കലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങൾ ഇന്ന് മറ്റെന്തിനു വേണ്ടി കയ്യിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച പത്രത്തില് അങ്ങാണ്ടാ കണ്ടത്. കയ്യില് ഒരു എഞ്ചിനിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് കണ്ടുപിടിച്ചതാണ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അകത്ത് വെക്കുന്ന ഒരു ചിപ്പ് പോലത്തെ ഒരു സംഭവം, ഇലക്ട്രിക്കൽ പരമായിട്ട്. ഹല്ലേലൂയ. എന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ 5-നകത്തിന്റെ കഷ്ടത്തിനകത്ത് നിന്നാണ് ഒരു മഹോപദ്രവത്തിന്റെ കാലഘട്ടം. മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത് അത് എത്ര വർഷമാണ്? മഹോപദ്രവ എത്ര വർഷമാണ്? 7 വർഷത്തെ ഒരു മഹോ ഉപദ്രവ കാലഘട്ടമുണ്ട്. ഇന്ന് എൻ്റെ ആത്മാവ് കൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നു, നിങ്ങളെല്ലാവരും എന്റെ കൂടെ വരണമേ, എൻ്റെ കൂടെ വരണമേ. അപ്പോൾ ആത്മാവ് എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നു. അതിന് 3.5 വർഷം എന്ത് ചെയ്യും? അവൻ സ്നേഹത്തിലും അതിൻ്റെ ഇടയിൽ കഷ്ടത്തിലും ചില നന്മകൾ കാണിച്ചും ചില തിന്മകൾ കാണിച്ചും അവൻ മനുഷ്യന്റെ ഇടയിൽ നിൽക്കും. മനുഷ്യനറിയാതെ ലോകത്തിൽ അവിടെയായിട്ട് മഹോപദ്രവത്തിന്റെ ലക്ഷണങ്ങൾ മനുഷ്യനിൽ കൂടി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നാം 5-നകത്തായിരുന്നാലും മറന്നു പോകരുത്. എന്താണ്? ഒരു മഹോപദ്രവ ശക്തിയുടെയും നടുവിലാണ്. ഹല്ലേലൂയ.
ശക്തിയോടെ ഒന്ന് കരമടിച്ചൊന്ന് എല്ലാവരും മൈൻഡ് കൊണ്ടുവന്ന് തരട്ടെ. വരട്ടെ തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ മാറട്ടെ. നമുക്കിതിന് ജയിക്കണം, നമുക്കിതിന് അധികാര വാഴ്ചകളിൽ നിന്ന് ജയിച്ച പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തിയ പറ്റത്തുള്ളൂ. ഒരു വിശ്വാസി, ഒരു ആത്മാവെന്ന് പറയുന്നത് അത് ബലപ്പെട്ടതാണ്. ആമ ഈ ശക്തികൾക്ക്, ഈ അധികാരങ്ങൾക്ക്, ആമ ഇതിന് ഒന്നിനും നമ്മെ കേട്ട് വരുത്തുവാൻ അധികാരമില്ല. ഇതൊന്നും നമ്മെ കേട്ട് വരുത്തരുത്. ഇതൊന്നും നമ്മെ നശിപ്പിച്ച് കളയരുത്. ഇതൊന്നും നമ്മുടെ തലമുറയെ വിശ്വാസത്തെ തെറ്റിച്ച് കളയരുത്. ഇതൊന്നും നമ്മുടെ തലമുറയെ നമ്മയോ കാത്തു തിന്നരുത്. നാം യേശുവിന്റെ വിശ്വാസത്തിൽ അതിലുറച്ചു നിന്നേ പറ്റത്തുള്ളൂ. നമുക്ക് വിടുതൽ വേണം, നമുക്ക് സൗഖ്യം വേണം, രോഗശാന്തി വേണം, രോഗശാന്തി വേണം, ഇതെല്ലാം വേണം. പക്ഷെ ഇതെല്ലാം വേണമെങ്കിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? ഇന്ന് മനുഷ്യത്വം പറയുന്നത് യാതനയുടെയും കഷ്ടതയുടെയും കഥകളിന്റെ വിശ്വാസത്തെ ധരിച്ചു കളയുന്ന, അതിന്റെ ആത്മാവിനെ ദഹിപ്പിച്ചു കളയുന്ന എല്ലാ പരിശോധന ശക്തികളെ ഇന്ന് തകരുന്ന സമയമത്രേ. സത്യവിശ്വാസികൾ, ആത്മീക ദർശനമുള്ള പ്രവാചകന്മാരെ, പ്രവാചകന്മാരെ ആത്മാവിൽ വിശ്വസിച്ച് ആരാധിച്ച് പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്ന ജനത്തിനെ നശിപ്പിച്ചു കളയുന്ന അന്ധകാര ദുഷ്ടബലത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ തെളിച്ചു കളയുന്ന, തെളിച്ച് ഇല്ലാതാക്കി കളയുന്ന തലമുറകളെ ലോകത്തിന്റെ പാപത്തിലേക്ക്, മദ്യപാനത്തിൽ, വെള്ളത്തിലേക്ക് അവ നശിപ്പിച്ചു കൊണ്ടുപോകുന്ന എല്ലാ ശക്തികളെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സകല വ്യാപാര ബലത്തിലേക്ക് ഇനി പാപങ്ങൾ കുറയുക, പാപങ്ങൾ ലോകത്തിൽ പെരുകുക, പാപങ്ങൾ ലോകത്തിൽ തലമുറകൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി അവരെ ബന്ധിക്കണമെങ്കിൽ ദൈവത്തിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അവസാന അന്ത്യകാലത്തിൽ മാത്രമേ കഴിയത്തുള്ളൂ. നിന്റെ വിശ്വാസത്തെ ഭദ്രത വരുത്തിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറകൾക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ. നാം ഇത് പ്രസംഗിക്കുമ്പോഴും, നാം ആരാധിക്കുമ്പോഴും, നമ്മുടെ തലമുറകളെ ദൈവഭാഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും മറന്നു പോകരുത്, ഇതെല്ലാം ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കുറയില്ലേ കർത്താവേ? ഇതൊന്നും കുറയില്ല. ഇതൊന്നും മാറിപ്പോയില്ലേ കർത്താവേ? ലോകത്തിൽ നിന്ന് ഇതൊന്നും മാറിപ്പോയി. കാരണം ഇതെല്ലാം സംഭവിക്കണം. അതിൽ വിശ്വാസത്തിന്റെ ഉറപ്പും ധൈര്യത്തോടും നിലനിൽക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയാണ്, അല്ലേ? അത് പരിശുദ്ധമായി നമ്മൾ ചെയ്യാനുള്ളതാണ്. വചനത്തിൽ നമ്മൾ ചെയ്തെടുക്കാനാണ്. എത്രത്തോളം പിടിച്ചു നിൽക്കും? പരിശുദ്ധാത്മാവിനാൽ നാം പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. യേശുവിന്റെ ശക്തിയാൽ നാം പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വർദ്ധിക്കുക തന്നെ ചെയ്യും. അത് ആഗ്രഹിക്കുന്നത് അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുക തന്നെ. വിശ്വസിക്കുന്നവരുടെ മേൽ, തലമുറയുടെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേൻ ജ്വലിക്കുക തന്നെ ചെയ്യും. എങ്ങനെ ജയിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. ശക്തിയോടെ എങ്ങനെ സംഭവിക്കും? അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കും. ഒരു അന്ത്യകാല ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരു അന്ത്യകാല അഭിഷേക ശക്തി ഈ ഭൂമിയുടെ മേൽ, സഭകളുടെ മേൽ സംഭവിക്കട്ടെ. ഒന്ന് കരം അടിച്ചു ദൈവത്തിന് മഹത്വം. ചില സഭകൾ, ഉറങ്ങിക്കിടക്കുന്ന ചില സഭകൾ ആത്മാവിന്റെ ശക്തിയിൽ എഴുന്നേൽക്കട്ടെ. നശിച്ചുകൊണ്ടിരിക്കുന്ന, താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, വിശ്വാസത്തിന് തിരിച്ചുകൊണ്ടിരിക്കുന്ന, പാപത്തിലേക്കും രോഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, തിരിച്ചു കളയുന്ന രീതിയിൽ, മാനസാന്തരം എടുക്കാത്ത രീതിയിൽ, മാനസാന്തരം നഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് സഭകളിൽ വെളിപ്പെട്ട് മതിയാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ചില സഭകളുടെ ഇന്നത്തെ പറ്റത്തുള്ള അന്ത്യകാല അഭിഷേകം സകല ജഗത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ തലമുറയുടെ മേൽ അത് വ്യാപരിക്കട്ടെ.
വിശ്രാമത്തിൽ നിൽക്കുന്നു എങ്കിലും നമ്മളൊരു 3.5 വർഷത്തിന്റെ കഷ്ടതയിൽ കൂടി നാം കടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദൈവം വരെ അധിക സമയമൊന്നുമില്ല അല്ലേ? നമുക്ക് അതിനെ വെച്ച് ദീർഘിക്കുമ്പോൾ ദൃഷ്ടിക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കുമ്പോൾ, കാരണം നാം 5-ാമത്തെ നിൽക്കുകയാണ്. 5-ാമത്തെ നിൽക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? ഒരു മഹോപദ്രവ കാലഘട്ടത്തിന്റെ 3.5 വർഷത്തിന്റെ ഒരു അതിനകത്തു കൂടിയാണ് നാം. അതെങ്ങനെ വിശ്വസിക്കുന്ന എനിക്ക് ഏറ്റെടുക്കുന്നവർ ഏറ്റെടുക്കട്ടെ. അതിനകത്തു കൂടിയാണ് നാം. അതിന്റെ ലക്ഷണങ്ങൾ ഇന്ന് ബൈബിൾ പ്രകാരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ബലത്തോടെ. അപ്പോ നമുക്ക് കടന്നു വരാം. അപ്പോ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോ 6-ാമത്തെ മുദ്രയിലേക്ക് നാം കടക്കുക. അപ്പോ നാം 6-ന്റെ പ്രതികൂലങ്ങൾ ഏൽക്കുമ്പോൾ അതിനകത്ത് കഷ്ടതയിൽ നാം നമ്മളെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ നാം മറന്നു പോകരുത്, മധ്യാകാശത്ത് നമുക്ക് വേണ്ടി കാഹളം കേൾക്കും. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ മേഘങ്ങളിൽ അവൻ കടന്നു വരിക തന്നെ ചെയ്യും. എപ്പോൾ ഈ കഷ്ടത ഏറി നിൽക്കുമ്പോൾ ദൈവത്തിന് പിന്നെ മനസ്സിലാകും ലോകത്തിന്റെ അന്ത്യത്തോളം സുവിശേഷം എത്തി എന്ന് കാണുമ്പോൾ അതുവരെയും വിശ്വാസികളെ വിശ്വാസ മണ്ഡലത്തെ പിശാച് തിരിച്ചു കളയുന്ന അധികാരം അവന്റെ മേൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ വിശ്വാസികളെ തെറ്റിച്ചുകൊണ്ടേയിരിക്കും, നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. രോഗികളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും നാം മറന്നു പോകരുത്, നമ്മൾ എങ്ങനെ ജയിക്കും? പരിശുദ്ധാത്മാവിലും വചനത്തിലും നാം ജയിക്കും. അപ്പോൾ ലോകത്തിന്റെ ലോകത്തിൽ സുവിശേഷം എത്തുമ്പോൾ കഷ്ടത പെരുകും. വിശ്വാസികൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അവർ ഇപ്പോൾ തന്നെ നിലവിളിക്കുകയാണ്, കർത്താവേ നീ വേഗം വരണമേ, നീ എപ്പോൾ സംഭവിക്കും? ഈ ലോകത്തിന്റെ അവസാനം എപ്പോൾ സംഭവിക്കും? കഷ്ടത കൂടുമ്പോൾ ജനം പറയും, ലോകം ഇപ്പോൾ അവസാനിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന്. എന്നാൽ അവർ അതിനകത്തുനിന്നും വീണ്ടും എഴുന്നേൽക്കും. വീണ്ടും കഷ്ടം വരും. കഷ്ടം വരുമ്പോൾ ജനം നിലവിളിക്കും, അയ്യോ യേശുവേ, ഇതൊന്നും സഹിക്കാൻ വയ്യ. നീ കാണുന്നില്ലേ? യേശു കാണുന്നു. യേശു മൗനമായിരിക്കുകയാണ്. എന്തിനു വേണ്ടി അറിയാമോ? ചിലതിന്റെ ആരംഭം, ചിലതിന്റെ അവസാനം അവന് കുറിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൻ മൗനമായിരിക്കും. ഇതൊക്കെ ദൈവമക്കളെ ഇത് സംഭവിച്ചേ മതിയാകത്തുള്ളൂ. ദൈവമക്കളത്തിൽ നിന്റെ മേൽ നടന്നേ മതിയാകത്തുള്ളൂ. നിന്റെ വിശ്വാസത്തെ നീ ഉറപ്പിക്കുക, നീ ധൈര്യമായിരിക്കുക. നിന്റെ യേശു കൈവിടുകയില്ല. നിനക്ക് ബലം തരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേലുണ്ട്. ലോകത്തിന്റെ അവസാനം സുവിശേഷം എത്തുമ്പോൾ കഷ്ടം പെരുകും. കണ്ണുനീർ മാത്രം, നിരവധി മാത്രം യേശുവിന്റെ ചെവിയിൽ പിന്നെ എത്തുന്നത്. ജനത്തിന്റെ നിരവധി മാത്രം, വേദന മാത്രം സഹിക്കാൻ കഴിയാറുണ്ട്. അവൻ വേഗത്ത് കാഹളനാദത്തോടുകൂടി വലിയ ശബ്ദത്തോടുകൂടി ലോകം വെടിമുഴക്കുന്ന രീതിയിൽ അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് മധ്യാകാശത്ത് വെളിപ്പെട്ടു വരും. യേശുവിന്റെ ചെവിയിൽ